രണ്ടെണ്ണം കൂടെ ആവേശത്തോടെ ഈ തുള്ളിച്ചാടുന്നത് എന്തിനാണെന്നറിയോ? വേറെ ഒന്നിനല്ല കേട്ടോ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പൊതിക്കാണ്. ഇതിനകത്ത് എന്താണെന്നുള്ളത് രണ്ട് പേർക്കും വ്യക്തമായിട്ട് അറിയാം. അതാണ് അവർക്ക് ഇത്രയും ആവേശം. ഏട്ടൻ തിരിച്ച് ലീവ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ബാഗ് പാക്കിങ്ങിൻ്റെ ഇടയിൽ ഏട്ടൻ്റെ യൂണിഫോം രണ്ടുപേരും കണ്ടു കേട്ടോ. അപ്പോൾ രണ്ട് പേർക്കും യൂണിഫോം വേണം. അപ്പോൾ അതിനായി പിന്നെ അടിയും പീടിയും. അപ്പോൾ ഏട്ടൻ പോകുന്നതിന് മുന്നേ തന്നെ രണ്ട് പേർക്കുള്ള യൂണിഫോം മീഷോയിൽ ഓർഡർ ചെയ്ത് തന്നിട്ടാട്ടോ പോയത്. അപ്പോൾ ആ സംഭവമാണ് ഈ വന്നിരിക്കുന്നത്. രണ്ട് പേർക്കും ഓരോ യൂണിഫോം. കാണാൻ നല്ല രസമുണ്ടല്ലേ? ഒരു ദിവസമായി രണ്ട് പേരും കൂടെ എവിടെ എത്തി എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഫോൺ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും കേട്ടോ. ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ, ഇടവണ്ണ എത്തിയിട്ടേ ഉള്ളൂ, അതായി എത്തിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പറ്റിച്ചുകൊണ്ടേ ഇരുന്നായിരുന്നു. അപ്പോൾ ഏട്ടൻ പോയ സങ്കടമൊന്നും അവർക്കില്ല. കാരണം അവർ ഈ യൂണിഫോം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടായിരിക്കും ഇവർ ചോദ്യം, യൂണിഫോം എപ്പോഴാണ് വരിക എന്നുള്ളത്. അങ്ങനെ കൈയോടെ രണ്ട് പേർക്കും യൂണിഫോം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അമ്പാടിൻ്റെ ആദ്യം ഡ്രസ്സ് ചെയ്തിട്ട് സച്ചുട്ടിനാണ് കേട്ടോ പിന്നെ ജയിക്കുന്നത്. ഭയങ്കര രസമുണ്ട് കാണുന്നത്. എനിക്ക് തന്നെ ഭയങ്കര ഒരു ഇത് കേട്ടോ. ഞങ്ങൾ വേഗം തന്നെ ഏട്ടനെ പിന്നെ വേഗം വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടോ. ഏട്ടനെ കണ്ടപ്പോൾ രണ്ടുപേരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. രണ്ടുപേരും അതിൻ്റെ ഇടയ്ക്ക് സല്യൂട്ട് അടിക്കുന്നുണ്ട്. രണ്ടുപേരും ഏത് നേരം അടിയും പിടിയാണെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര അടയും ചക്രിയാണ് കേട്ടോ. രണ്ടുപേരും അടുത്ത ട്രെയിനിൽ കയറി ഇങ്ങോട്ട് വായി, നിങ്ങളിവിടെ ഡ്യൂട്ടി എടുത്തു, അച്ഛൻ നാട്ടിലേക്ക് വരാൻ കേട്ടോ ഏട്ടൻ പറയുന്ന മക്കളോട്. അങ്ങനെ പിന്നെ ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് ഏട്ടന് സംസാരിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് വേഗം കോൾ കട്ട് ചെയ്തിട്ടോ. പിന്നെ നേരെ വിളിച്ചത് എൻ്റെ വീട്ടിലേക്കാണ്. കോൾ എടുക്കുന്നത് അമ്മയായിരിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചത്. പക്ഷേ അനിയത്തിയാണ് കോൾ എടുത്തത്. അനിയത്തി അവർ കണ്ടിട്ട് അനിയത്തി അവരോട് സല്യൂട്ട് അടിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പിന്നെ അവരുടെ സമയമാണ് കേട്ടോ. ഫുൾ പ്രകടനങ്ങളായിരുന്നേ. അമ്മയെ കാണിച്ചു കൊടുത്തിട്ടും അനിയത്തിയെ കാണിച്ചു കൊടുത്തിട്ടും. ഇനി യൂണിഫോം അഴിക്കുമോ എന്തോ അറിയില്ല. ഏതായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. പിന്നെ അവരുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കി പണികളിലേക്ക് നിന്നു കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറിയിട്ട് എൻ്റെ വീഡിയോസ് നോക്കണേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഏതായാലും കുട്ടിപ്പട്ടാളങ്ങളുടെ ഇടയിൽ ഞാനുണ്ട് കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.